നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ഇന്ത്യ മൊത്തം ചർച്ച ചെയ്യുന്ന ഒരു വിഷയം നമുക്കറിയാം. ഡൽഹിയിൽ നടക്കുന്ന വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന പ്രക്ഷോഭം എന്ന പേരിൽ അവിടെ ജന്തർ മന്ദറിൽ കുറേ സംഭവവികാസങ്ങളൊക്കെ നടക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. അതിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് അക്രമാസക്തമായിട്ടുള്ള പല കാര്യങ്ങളും അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അവിടെ നിന്ന് വരുന്ന വാർത്തകളും അതുപോലെ തന്നെ വീഡിയോസൊക്കെ തന്നെ നമുക്ക് കണ്ടാൽ അറിയാം. അത്രയേറെ വയലൻസ് നിറഞ്ഞിട്ടുള്ള പല രംഗങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇന്ന് പ്രധാനമന്ത്രി അടക്കം നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, തീർച്ചയായിട്ടും അവിടെ വലിയൊരു ക്രമക്കേട് സംഭവിച്ചിട്ടുണ്ട്, അതിൽ തീർച്ചയായിട്ടും നടപടികൾ ഉണ്ടാകും, ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ നീക്കങ്ങളും ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴും സമരത്തിൽ നിന്ന് ഒരു തരി പോലും പുറകോട്ടേക്ക് പോകുന്നില്ല. CJPയും ഇപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്ത് വരുന്ന പല ആളുകളും അവിടെ തന്നെ തുടരുകയാണ്. അവിടെ വന്ന് ചർച്ച ചെയ്യാൻ വേണമെങ്കിൽ കേന്ദ്രം ഇങ്ങോട്ട് വരട്ടെ, സമരപ്പന്തലിലോട്ട് വരട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു സംശയം, ഇപ്പോൾ സർക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെയുള്ളൊരു ഡൽഹി പോലീസ് വിചാരിച്ചു കഴിഞ്ഞാൽ സമരക്കാരെയൊക്കെ തന്നെ വളരെ വേഗത്തിൽ അവിടെ നിന്ന് മാറ്റാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴും ഒരു സോഫ്റ്റ് ആയിട്ടൊരു നയം തന്നെയല്ലേ കേന്ദ്രം ഇപ്പോഴും പിന്തുടരുന്നത്, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള നീക്കം തന്നെയാണ്. പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ ആ വകുപ്പ് ഭരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ വളരെ കൂളായി തന്നെയാണ് ഇതിനിപ്പോഴും ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലും അതുപോലെ വാർത്തകളിലും വരുന്ന അത്ര പോലത്തെ വലിയൊരു സംഭവമാണോ, വലിയൊരു കലാപമാണോ അവിടെ നടക്കുന്നത്? ഈ കേരളത്തിലെ മാധ്യമങ്ങളിൽ, ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളിലും വരുന്നത് പോലെയല്ല കലാപത്തിൻ്റെ ചിത്രം എന്ന് പറയുന്നത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാത്തത്? വേണമെങ്കിൽ 1-2 മണിക്കൂർ കൊണ്ട് ജന്തർ മന്ദർ ഒഴിപ്പിക്കാൻ സർക്കാരിന് സാധിക്കും. അതിന് സർക്കാരിന് കാരണങ്ങളും ഉണ്ടാവും. പക്ഷേ അത്തരം ഇടപെടലുകളാണ് ഇവരെ ശക്തിപ്പെടുത്തുന്നത്. സോനം വാങ്ചുക്കിനെ കോടതിയുടെ നിർദ്ദേശാനുസരണം ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയതാണ് ഇപ്പോൾ അവർക്കൊരു ഊർജം കൊടുത്തത്. സത്യത്തിൽ ഇവിടെ സർക്കാരല്ല പ്രതിരോധത്തിലുള്ളത്, ഇവിടെ പ്രതിരോധത്തിലായിരിക്കുന്നത് സമരം ചെയ്യുന്നവർ തന്നെയാണ്. സോനം വാങ്ചുക്കിനെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയോ റിമാൻഡ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആശുപത്രിയിൽ അദ്ദേഹം നിരാഹാരം അനുഷ്ഠിക്കുന്നു. അതിനുശേഷം അദ്ദേഹം ഇന്നലെ കേന്ദ്ര സർക്കാരിന് ഒരു കത്ത് അയച്ചിട്ടുണ്ട്. ആ കത്തിൽ പറയുന്നത് എന്താണ്? സമരം അവസാനിപ്പിക്കാൻ ഞാൻ തയ്യാറാണ് എന്നാണ്. അതായത് നിരാഹാര സമരം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്നാണ്. ആരെങ്കിലും അദ്ദേഹത്തോട് അവസാനിപ്പിക്കാൻ പറഞ്ഞില്ല. അതുകൊണ്ട് അദ്ദേഹം പറയാണ്, ഞാൻ നിരാഹാര സമരം അവസാനിപ്പിക്കാം, കുട്ടികളുടെ പേരിൽ എടുത്തിട്ടുള്ള കേസുകൾ അവസാനിപ്പിക്കണം എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നടന്ന അക്രമത്തിൽ 70 പോലീസുകാർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ പ്രക്ഷോഭകരുടെ എണ്ണം 20-ൽ താഴെയാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ എന്താണ് അവിടെ, എന്ത് ജനാധിപത്യമാണ് അവിടെ നടന്നതെന്ന് വ്യക്തമാണ്. ഇപ്പോൾ ഈ മലയാള സിനിമ താരങ്ങളിൽ ചിലരൊക്കെ കരയുന്നുണ്ടല്ലോ, അവർ കരയുന്നത് പോലെ അല്ല കാര്യങ്ങളെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 70 പോലീസുകാർക്ക് പരിക്കേൽക്കുന്നു, 20-ലധികം പ്രക്ഷോഭകർക്ക് പരിക്കേൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തന്നെ അവരുടെ ഒരു ആക്രമണം എത്രമാത്രം ആ മോബ് അഗ്രസീവ് ആയിരുന്നു എന്ന് കാണിക്കുന്നതാണ്. പക്ഷെ ഇപ്പോഴും പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് ആണ് അവിടെ നടക്കുന്നതെന്നാണ് പറയുന്നത്, അതാണ് പ്രചരിപ്പിക്കുന്നത്. അങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നത്, അത് അവരുടെ അജണ്ട അങ്ങനെ ആക്കി മാറ്റിയതാണ്. അപ്പോൾ ഇവർക്കെതിരെയൊക്കെ, ഈ അക്രമം നടത്തിയവർക്കെതിരെയൊക്കെ പോലീസ് വലിയ നടപടികളുമായി വരികയാണ്. അവർ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് വൻതോതിൽ പ്രതികളെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതികളിൽ പലരും ലഡാക്ക് കലാപത്തിലടക്കം പങ്കെടുത്തവരാണ്, CAA പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്തവരുണ്ട്. അതുപോലെ തന്നെ രാജ്യ തലസ്ഥാനത്ത് നടന്നിട്ടുള്ള പല അക്രമ സമരങ്ങളിലും പങ്കെടുത്തിട്ടുള്ള സ്ഥിരമായ ആളുകളുണ്ട്. അപ്പോൾ പോലീസ് ഇവരെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സമരത്തിൻ്റെ ഒരു സ്വഭാവം മാറും. സമരത്തിന് അല്പമെങ്കിലും പിന്തുണ ഇവിടെ നിന്നെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അതുകൂടെ പൊളിയും. അതുകൊണ്ടാണ് പിള്ളേർക്കെതിരെ കേസുകൾ എടുത്തത് പിൻവലിച്ചാൽ ഞാൻ നിരാഹാരം നിർത്താമെന്ന് സോനം വാങ്ചുക്ക് പറയുകയല്ല ചെയ്തത്, സർക്കാരിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കത്തെഴുതുകയാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രതിരോധത്തിലായിരിക്കുന്നത് സമരക്കാർ തന്നെയാണ്. അവരുടെ ആവശ്യം എന്തായിരുന്നു? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നായിരുന്നു. ഇപ്പോൾ അവരുടെ ആവശ്യം പിള്ളേരുടെക്ക് നേരെ എടുത്തിരിക്കുന്ന കേസുകൾ ഒഴിഞ്ഞാൽ മതി എന്നൊരാവശ്യത്തിലേക്ക് മാറിയിരിക്കുന്നു. ഇപ്പുറത്ത് വാങ്ചുക്ക് പോയതിന് ശേഷം എന്തുകൊണ്ടാണ് അവിടെ ആരെങ്കിലും നിരാഹാരം കിടക്കാത്തത്? സാധാരണ അങ്ങനെയാണല്ലോ, ഒരാളെ ആശുപത്രിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ മറ്റൊരാൾ നിരാഹാരം തുടരും. അതാണല്ലോ നിർഭയരായ യുവത്വം എന്ന് പറയുന്നത്. ഈ യുവത്വം പിന്മാറാതെ നിൽക്കുന്നതാണ്, നിർഭയരാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവിടെ മറ്റൊരാൾ നിരാഹാരം കിടക്കണം. എല്ലാം അടിച്ച് തകർക്കാൻ എളുപ്പമാണ്. അത് വലിയ ധൈര്യത്തിന്റെ ഇതൊന്നുമല്ല. കാരണം ഇത്രയും ആൾക്കാർ എത്തുന്നതാ അവിടെ, ആർക്കെങ്കിലും കുറച്ച് പേർക്കെങ്കിലും അവിടെ 1 ദിവസമോ 2 ദിവസമോ കിടക്കുന്ന ആരും വരുന്നില്ല മുന്നോട്ട്. അതെ, അത് വരുന്നില്ല. എന്തുകൊണ്ടാണ് അഭിജിത് ദീപ്കെ നിരാഹാര സമരം ആരംഭിച്ചിട്ട് ഒരു ലക്ഷ്യവും നേടാതെ അദ്ദേഹം പിൻവലിച്ചത്? അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് സമരം തകർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് ആക്റ്റീവ് ആകുന്നത്? ചില
തീവ്ര ഗ്രൂപ്പുകൾ ഇതിനകത്തേക്ക് കയറിയിട്ടുണ്ട്. അത് അഭിജിത്ത് ദീപ്ക തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. ചിലരൊക്കെ ഗുണ്ടകളായിട്ടുള്ള ചിലരൊക്കെ ഞങ്ങളുടെ ഇടയിൽ കയറി വന്ന് നടത്തി ആഭാസം തരം കാണിച്ചുവെന്ന് അയാൾ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇയാളുടെ സ്റ്റേറ്റ്മെൻറ്റ് മലയാള മാധ്യമത്തിലേക്ക് വന്നപ്പോൾ അതെങ്ങനെയായി മാറി? BJP-ക്കാർ നുഴഞ്ഞു കയറി എന്ന രീതിയിലാണ് മലയാളത്തിലെ മാധ്യമങ്ങൾ അഭിജിത്ത് ദീപ്കയുടെ സ്റ്റേറ്റ്മെൻറ്റായി കൊടുത്തത്. അപ്പോൾ അത്രമാത്രം PR വർക്ക് ഇതിനകത്ത് നടക്കുന്നുണ്ട്. ചില ക്രിമിനൽ ഗ്രൂപ്പുകൾ ഇതിനകത്ത് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ആളുകളുടെ ഇടപെടൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾ, ഈ ഹൈ സെക്യൂരിറ്റി സോണുകളിൽ സമരം നടത്തിയാൽ സർക്കാർ അതിനകത്ത് ഇടപെടുമെന്ന് അവർക്ക് ഒരു തോന്നലുണ്ടായിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ജിതേന്ദ്ര സിംഗ് രാഹുൽ ഗാന്ധിയെ തേടി വന്ന് ചർച്ച നടത്തിയത്, അവിടേക്ക് വന്ന് ചർച്ച നടത്തിയത്. അപ്പോൾ അത് ഈ പറയുന്ന MP-മാരും മന്ത്രിമാരും ഒക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവർക്കൊരു മാന്യത കൊടുക്കുക എന്ന രീതിയിലാണ് സർക്കാർ അങ്ങനെ ഇടപെട്ടത്. പക്ഷേ ഈ ജന്തർ മന്ദറിലേക്ക് ആരും വന്നില്ല. അതുകൊണ്ടാണ് ചർച്ച JP നദ്ദയുമായി ചർച്ച നടന്നത്. JP നദ്ദയുമായിട്ട് നടന്ന ആദ്യഘട്ട ചർച്ചയിൽ ഇവർ ആവശ്യപ്പെട്ടത് 3 കാര്യങ്ങളാണ്. ഈ 3 കാര്യങ്ങൾ: ഒന്ന്, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക; 1 കോടി രൂപ വീതം ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് കൊടുക്കുക; പിന്നെ ഈ പറയുന്ന നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്യുമോ, അങ്ങനെ മറ്റു 3 ഡിമാൻഡാണ് കൊടുത്തത്. ഈ 3 ഡിമാൻഡും പരിഗണിക്കാമെന്ന് പറഞ്ഞ് ആദ്യഘട്ട ചർച്ച അവസാനിച്ചു. രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് സർക്കാർ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിന്മേൽ സർക്കാരിൻ്റെ തീരുമാനം അറിയിക്കുക എന്നുള്ളതാണ്. അത് 3ഉം പോസിറ്റീവ് ആകുമോ എന്ന് സമരക്കാർ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇവർ രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് പോയില്ല. രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് പോവാതെ മന്ത്രി വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ എന്ന് വിളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ സോനം വാങ്ചുക്ക് ആശുപത്രിയിൽ ഇരുന്നു കൊണ്ട് ചില നീക്കുപോക്കുകൾ സർക്കാരുമായി നടത്തുന്നുണ്ട്. സോനം വാങ്ചുക്കിന് നന്നായി നിലപാട് മാറ്റാനും നീക്കുപോക്കുകൾ നടത്താൻ അറിയാവുന്നതുമായ ഒരു മനുഷ്യനാണ്. ലഡാക്കിൽ വലിയ കലാപം ഉണ്ടാക്കിയതിന് ശേഷം പിടിച്ച് ഏകാന്ത ജയിലിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സർക്കാരിന് മാപ്പ് എഴുതി കൊടുത്തയാളാണ്. ജനാധിപത്യപരമായ രീതിയിലൂടെ മാത്രമേ ഞാൻ സമരം ചെയ്യൂ, സമരത്തിന് ഇറങ്ങൂ എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തതിന് ശേഷമാണ് സോനം വാങ്ചുക്ക് പുറത്തിറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കേസുകൾ പിൻവലിക്കണം എന്ന് സോനം വാങ്ചുക്ക് പറയുകയാണെങ്കിൽ അഭിജിത്ത് ദീപ്കയുടെ ആളുകൾക്ക് അല്ലെങ്കിൽ അവിടെ വന്നിട്ടുള്ള പല ആളുകളും നടത്തിയ അക്രമങ്ങൾ ദില്ലി പോലീസ് കൈയോടെ പിടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെയാണ് പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞ രീതിയിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഇങ്ങനെ ചമയ്ക്കുന്നത്. വിദ്യാഭ്യാസ രംഗം തകർന്നുപോയി, വിദ്യാഭ്യാസ മേഖലയിൽ യുവാക്കളുടെയും അതുപോലെ തന്നെ കുട്ടികളുടെയും ഒക്കെ വിശ്വാസം നഷ്ടപ്പെട്ടു. ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്. ഈ പ്രിയങ്ക ഗാന്ധിയുടെ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിൽ 60 വർഷം ഭരിച്ച ഒരു പാർട്ടിയാണ്. 60 വർഷം കൊണ്ട് കോൺഗ്രസ് ഉണ്ടാക്കിയത് രാജ്യത്ത് വെറും 387 മെഡിക്കൽ കോളേജുകളാണ്. 51,000-ൽ ചില്ലറ സീറ്റുകൾ മാത്രമേ, മെഡിക്കൽ സീറ്റുകൾ മാത്രമേ ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളൂ 2014 വരെ. 2014 ശേഷം 12 വർഷം കൊണ്ട് ഈ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം 819ആയി. അതായത് ഇവർ 60 വർഷം കൊണ്ട് ഉണ്ടാക്കിയതിനേക്കാൾ മെഡിക്കൽ കോളേജ് മോദി 12 വർഷം കൊണ്ടുണ്ടാക്കി. 452 പുതിയ മെഡിക്കൽ കോളേജ് വന്നു. മെഡിക്കൽ കോളേജുകളുടെ എണ്ണം 819ആയി മാറി. സീറ്റുകളുടെ എണ്ണം 51,000-ൽ നിന്നും 1,36,000 മാറി. എഡ്യൂക്കേഷൻ മേഖലയ്ക്ക് കൊടുക്കുന്ന ബഡ്ജറ്ററി അലോക്കേഷൻ 66,000 കോടിയായിരുന്നു 2014. ഇന്നത് 1,39,000 കോടിയാണ്. ഈ വിദ്യാഭ്യാസ രംഗത്ത് എന്തൊക്കെ പരിഷ്കരണങ്ങളുണ്ടായി. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 പലരും വിവാദത്തിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനെ ശക്തമായി എതിർക്കുന്നവർ പോലും അത് നടപ്പാക്കാതിരിക്കാൻ കഴിയുന്നില്ല എന്ന ഒരു നിലപാടിലെത്തിയിരിക്കുകയാണ്. കാരണം ജനങ്ങൾക്ക് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വലിയ സ്വീകാര്യമായി. മുസ്ലിം ലീഗ് ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ ശക്തമായി എതിർത്തിരുന്ന ഒരു പാർട്ടിയായിരുന്നു. മുസ്ലിം ലീഗ് കേരളത്തിൽ ഭരണത്തിൽ വന്നപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കാൻ പോവുകയാണ്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് തുടരാൻ പോവുകയാണ് ഈ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടുന്ന ഭരണസമിതി. അപ്പോൾ അങ്ങനെ ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത, ജനങ്ങൾക്കൊട്ടേറെ പ്രയോജനമുള്ള, വിദ്യാർത്ഥികൾക്കൊട്ടേറെ പ്രയോജനമുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ 10-12 വർഷം കൊണ്ടുണ്ടായി. ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനിൽ വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി. ഈ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്ററുകൾ, 10,000-കണക്കിന് സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്ററുകളിലൂടെ 2.5 കോടിയിലധികം യുവതീ-യുവാക്കളെയാണ് കഴിഞ്ഞ 3-4 വർഷം കൊണ്ട് രാജ്യം ഉൽപ്പാദിപ്പിച്ചെടുത്തത് എന്ന് പറഞ്ഞാൽ സ്കിൽ അവർക്ക് പഠിപ്പിച്ച് പുറത്തിറക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം വളരെ വിപ്ലവാത്മകമായ കാര്യങ്ങളാണ് വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്നത്. ഇന്ന് സമരമിരിക്കുന്നവർക്ക് GDP എന്താണെന്ന് അറിയാതെ
GDP-യെക്കുറിച്ച് സംസാരിക്കുന്നവരാണ്. സമരമിരിക്കുന്നവരോടുമായി ബന്ധപ്പെട്ട പല അഭിമുഖങ്ങളും ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. ഇവർ ഇന്ത്യൻ ആർമിയെ ചീത്ത വിളിക്കുകയാണ്, ഇവർ സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ചീത്ത വിളിക്കുന്നു, ഇന്ത്യയുടെ മാനബിന്ദുക്കളെ തെറി പറയുന്നു, അപമാനിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു കൂട്ടമാണ് ജന്തർ മന്ദറിൽ വന്നിരിക്കുന്നത്. അത് ആരാണ്, എവിടെയാണെന്നൊന്നും ആർക്കും അറിയില്ല. ഒരു സംഘടനാ സംവിധാനമില്ലാത്ത ജനക്കൂട്ടം. ഇവിടെ കോൺഗ്രസ് ആണ് സമരം നടത്തുന്നതെന്നിരിക്കട്ടെ, കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, അതിന് താഴെയുള്ള കമ്മിറ്റികൾ, അതോടൊപ്പം തന്നെ നാഷണൽ കമ്മിറ്റി, ഇവരൊക്കെയാണ് ഒരു സംഘടിത ഭാവത്തോടു കൂടി അവർ സമരം ഇരിക്കുന്നത്. അത് ജനാധിപത്യത്തിൽ ആ സമരം കൺട്രോൾ ചെയ്യാൻ കഴിയും. പക്ഷേ CJP എന്ന പേരിൽ വന്നിരിക്കുന്നത് പലതരത്തിലുള്ള ആൾക്കാരാണ്. ഒരു മലയാളി അവിടെ പോയിട്ട് ഒരു മാധ്യമത്തിന് അഭിമുഖം നൽകുന്നത് കേട്ടല്ലോ. CJPയെ ലോകാവസാനത്തിൻ്റെ എന്തോ കാരണമായിട്ടാണ് അയാൾ കാണുന്നത് അത്രേ. ഖുറാനിൽ അങ്ങനെ ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതായിട്ട് കാണുന്നു, അങ്ങനെയാണ് ഇവിടെ വന്നതെന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള പൊട്ടന്മാരും അന്ധവിശ്വാസികളും രാജ്യദ്രോഹികളും ലൈംഗിക അരാജകത്വമുള്ളവരും ഒക്കെയാണ് ഈ ഇവിടെ ജന്തർ മന്ദറിൽ ഒത്തുകൂടിയിരിക്കുന്നത്. എന്നിട്ടും അവരുടെ പ്രതിനിധികളുമായി കേന്ദ്ര സർക്കാർ ചർച്ച നടത്തി. രണ്ടാം ഘട്ട ചർച്ചകൾക്കായി ഇവർ തയ്യാറാകുന്നില്ല. അപ്പോൾ ഇവരെയാണ് വലിയ രീതിയിൽ മഹത്വവൽക്കരിക്കുന്നത്. മഹത്വവൽക്കരിക്കേണ്ടത് ഒരു സംഘടനയുടെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെയോ ഒരു ജനക്കൂട്ടത്തിൻ്റെയോ പ്രവർത്തനം കണ്ടാണ്. 70 പോലീസുകാരെ അടിച്ച് ആശുപത്രിയിലാക്കുന്നത് കണ്ട് അതിനെ എങ്ങനെയാണ് മഹത്വവൽക്കരിക്കാൻ സാധിക്കുക? അത് ഏത് മാധ്യമ പ്രവർത്തനത്തിലൂടെയായാലും നമുക്കത് മഹത്വവൽക്കരിക്കാൻ സാധിക്കില്ല. അവർ നിർഭയരാണ് എന്നെങ്ങനെയാണ് പറയാൻ സാധിക്കുക? അവർ നിരാഹാര സമരം പോലും ഇരിക്കാൻ ഭയം കാണിക്കുന്നവരാണ്. അവരെയാണ് നിർഭയ യുവത്വം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഈ കള്ളവിശേഷണങ്ങൾ കൊണ്ട് രാജ്യത്തിന് എന്ത് നേട്ടമാണുള്ളത്? ഇതിനിടയിൽ ഈ നീറ്റ് പരീക്ഷയിൽ ടോപ്പറായിട്ടുള്ള ഒരു വിദ്യാർത്ഥി പറയുന്നു, നിങ്ങൾ എന്തിനാണ് സമരം ചെയ്ത് സമയം പാഴാക്കുന്നത്, ആ സമയം കൂടി നിങ്ങൾക്ക് പഠിച്ചൂടെ എന്നാണ് പറയുന്നത്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഇത്രയും വലിയ സമരത്തിൻ്റെ ഒരു ടൈമിംഗ് പരിശോധിക്കണം. നീറ്റ് പരീക്ഷ കഴിഞ്ഞു, ക്രമക്കേട് കഴിഞ്ഞു, ക്രമക്കേടിൽപ്പെട്ട ഒട്ടനവധി പേർ ഇതിനകത്തുണ്ട്, റാങ്ക് ലിസ്റ്റിൽ കയറിപ്പറ്റി, അവർക്ക് സീറ്റ് കിട്ടി എന്നാണെങ്കിൽ ഇപ്പോൾ നടക്കുന്ന സമരത്തിന് ഒരു പ്രാധാന്യമുണ്ട്. അതിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കി, പുതിയ പരീക്ഷ കുറ്റമറ്റ രീതിയിൽ നടന്നു, അതിൻ്റെ റിസൾട്ട് വന്നു, കുട്ടികൾ സീറ്റുകളിലേക്ക് വേണ്ടി പോകുന്നു, പഠിക്കാനായി തയ്യാറെടുക്കുന്നു. ഈ സമയത്ത് ഈ പഴയ കാര്യത്തിൻ്റെ പേരിൽ സമരം നടത്തുന്നത് എന്തിൻ്റെ പേരിലാണ് എന്നുള്ളതാണ്. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് പറയുന്നു. അങ്ങനെ ആരെങ്കിലും സമരം ചെയ്താൽ രാജിവെച്ച് പോകാനാണോ ഇവരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വരുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ആർക്കും നേരെ ചൊവ്വേ ഭരിക്കാൻ കഴിയില്ല. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും സമരം നടത്തും, ഉടനെ രാജിവെക്കേണ്ടി വരും. ഈ പറയുന്ന കോൺഗ്രസ്സുകാർക്ക് എന്തുകൊണ്ടാണ് ഒരു യൂത്ത് മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റാത്തത്? അവരാണല്ലോ ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷം. മറ്റ് രാഷ്ട്രീയ പാർട്ടികളുണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റുകാരുണ്ടല്ലോ, അവർക്കെന്താണ് ഇവിടെ ഒരു യൂത്ത് മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റാത്തത്? അവർക്ക് കഴിയില്ല. ഒരു സംഘടിതമായ ഒരു സംവിധാനത്തിന് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വ്യക്തതയില്ലാത്ത സമരം നടത്താൻ അവർക്ക് കഴിയില്ല. ഒരു ലക്ഷ്യബോധവുമില്ലാത്ത ജനക്കൂട്ടത്തിന്, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ലാത്ത ഒരു ജനക്കൂട്ടത്തിന് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അവരാണ്, അങ്ങനെ ഒരു ജനക്കൂട്ടമാണ് അവിടെ വന്നിരിക്കുന്നത്. ഇതിനെയാണ് ഒരുപക്ഷെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പോലും അന്ന് പാറ്റകളെന്ന് വിശേഷിപ്പിച്ചത്. ഇനി ഈ സമരത്തോട് കോടതികൾ കാണിക്കുന്ന ഒരു സമീപനം കൂടി നമ്മൾ പരിശോധിക്കണം. കാരണം CJP സമരത്തെ അനുകൂലിക്കുന്നവർ പറയുന്നു, അത് ഭയരഹിതമായ സമരം നടക്കുന്നു, ക്രൂരമായി സർക്കാർ അടിച്ചമർത്തുന്നു, നരേന്ദ്രമോദി ഭയപ്പെട്ടു, നരേന്ദ്രമോദിയുടെ കസേര ഇളകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. സമരത്തെ എതിർക്കുന്നവർ പറയുന്നത് ഇവർ രാജ്യദ്രോഹികളാണ്, ഇവർക്ക് പിന്നിൽ ജിഹാദി സംഘടനകളുണ്ട്, ഖലിസ്ഥാനികളുണ്ട് എന്നൊക്കെയാണ്. അപ്പം ഈ വസ്തുത എന്ന് പറയുന്നത് ഇതിന് രണ്ടിനും ഇടയിലാണ് എന്ന് വേണം നമുക്ക് കരുതാൻ. വസ്തുത അന്വേഷിക്കുന്നവർ തീർച്ചയായും ഈ കേസിൽ കോടതികളെടുത്ത നിലപാട് പരിശോധിക്കണം. സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം അടിയന്തരമായി ഈ സമരക്കാർക്ക് നേരെ നടന്ന പോലീസിൻ്റെ ക്രൂരത, അതിനെതിരെ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യം അല്ലെങ്കിൽ ഹർജി പരിഗണിക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളുകയാണ് ചെയ്തത്. ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചാണ് വാദം കേട്ടത്. അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ സമയം കളയാതെ മിണ്ടാതിരിക്കാനാണ്, ഈ ഹർജി പെട്ടെന്ന് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ വിഷ്വൽസ് ഉണ്ട്, പോലീസ് ഇവരെ മർദ്ദിക്കുന്ന വിഷ്വൽസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് കാണാൻ ഞങ്ങൾക്ക് സമയമില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഭാരതത്തിൻ്റെ പരമോന്നത നീതിപീഠം പറഞ്ഞത് അങ്ങനെയാണ്. അതായത് ഈ വിഷ്വൽസ് ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും എടുക്കാം. തീർച്ചയായും പോലീസുകാരെ ഇവർ തല്ലിയിട്ടുണ്ട്, പോലീസുകാർ തിരിച്ചും തല്ലിയിട്ടുണ്ട്, അല്ലെങ്കിൽ പോലീസുകാർ ആദ്യം തല്ലിക്കാണും. ഇങ്ങനെയുള്ള പല വിഷ്വൽസും നമുക്ക് കിട്ടും. നമുക്ക് അനുകൂലമായ വിഷ്വൽസ് നമുക്ക് കാണിക്കാം, അവർക്ക് അനുകൂലമായ വിഷ്വൽസ് അവർക്ക് കാണിക്കാം. ഇങ്ങനെയുള്ള വിഷയത്തിൽ ഈ വിഷ്വൽസ് ഞങ്ങൾക്ക് കാണണ്ട എന്നാണ് കോടതി പറഞ്ഞത്. അപ്പോൾ ആ ഹർജി പെട്ടെന്ന് എടുക്കണമെന്ന അപേക്ഷ തള്ളിയിരിക്കുകയാണ്.
സമാനമായ ഒരു ഹർജി ദില്ലി ഹൈക്കോടതിയിലും വന്നു. ദില്ലി ഹൈക്കോടതിയും അത് തള്ളിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നിഷ്പക്ഷരായിരിക്കുന്ന ആർക്കും ഈ സമരത്തെ അംഗീകരിക്കുവാനോ ഇതൊരു ജനാധിപത്യ സമരമാണ് എന്ന് ഉൾക്കൊള്ളുവാനോ ഈ സമരത്തിന് അനുകൂലമായി നിൽക്കാനോ കഴിയില്ല. ഈ സമരത്തെ അനുകൂലിക്കുന്നവർക്കെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു വീക്ഷണകോണിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടാകും. ചില സിനിമാ താരങ്ങളെ നോക്കുക, ഇവരിപ്പോൾ ഈ മലയാള സിനിമയിൽ അത്ര കണ്ട് തിരക്കില്ലാത്ത സിനിമാ നടീനടന്മാരാണ്. അവർക്ക് ഇപ്പോൾ എന്താണ് ദക്ഷിണേന്ത്യൻ ഭാഷകളിലേക്ക് കന്നഡയിലെയും തെലുങ്കിലും ഒക്കെ അഭിനയിക്കണമെന്നുണ്ടാകും. കാരണം ഇവിടെ ഒരു സിനിമ അഭിനയിച്ചാൽ കിട്ടുന്ന 5 ഇരട്ടി പണമാണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ അതിന് ഈ പ്രകാശ് രാജനെ പോലെയുള്ളവർ ഈ സമരത്തിൻ്റെ മുൻപന്തിയിൽ നിൽക്കുമ്പോൾ അവർക്ക് പിന്തുണയ്ക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. കാരണം അവർക്ക് ഇനി ഭാവിയിൽ മറ്റവസരങ്ങൾ അവരെ തേടി വരും. അതുകൊണ്ടാണ് ഈ പറയുന്ന ആൾക്കാരെല്ലാം ഇതിന് പുറകെ പോകുന്നത്. അല്ലാതെ കേരളത്തിലെ PSC റാങ്ക് ഹോൾഡേഴ്സ് തലസ്ഥാനത്ത് കുത്തിയിരുന്ന് മണ്ണ് വാരിത്തിന്ന് ആരുടെയും കണ്ണ് നിറയ്ക്കുന്ന രീതിയിൽ സമരം നടത്തുമ്പോൾ ഇതൊന്നും കാണാതെ അതിനെ പിന്തുണയ്ക്കാനായി തിരുവനന്തപുരത്ത് ഒരു ദിവസം വരാതെ ദില്ലിയിൽ പോയി ഇവർ കുത്തിയിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അപ്പോൾ ആ വിഷയമെന്ന് പറയുന്നത് അത് വിദ്യാർത്ഥികളുടെ കഴിഞ്ഞുപോയ വിഷയമാണ്. കേന്ദ്ര സർക്കാർ രമ്യമായി പരിഹരിച്ച വിഷയമാണ്. പക്ഷേ റാങ്ക് ഹോൾഡേഴ്സിൽ നിന്നും ഒരാളെപ്പോലും എടുക്കാതെ ആ ലിസ്റ്റ് അന്യാധീനപ്പെടാൻ പോകുന്ന സമയത്ത് ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷയോടെ ഇരുന്ന ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിനിടയിൽ വന്ന് അക്ഷരാർത്ഥത്തിൽ മണ്ണ് വാരിത്തുനിന്ന് പ്രതിഷേധിക്കുകയാണ്. അപ്പോൾ അത് ഈ ഇവിടുത്തെ സിനിമാ താരങ്ങൾ ആരും കാണുന്നില്ല. ഇവർ മോഹൻലാലിൻ്റെ മകളൊക്കെ പറയുന്നത് കേട്ടു, ഇങ്ങനെയാണോ ഒരു ജനാധിപത്യ സമരത്തെ അടിച്ചമർത്തുന്നതെന്ന്. അപ്പോൾ ഈ കേരളത്തിൽ നടക്കുന്ന സമരമൊന്നും ഇവർ കണ്ടിട്ടില്ലേ? സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന സമരത്തിൽ അടിച്ചൊടിക്കുന്നത് ആരും കണ്ടിട്ടില്ലേ? എത്ര പേർക്കാണ് അടി കിട്ടുന്നത്? ഈ ജലപീരങ്കി അടിച്ച് നട്ടല് തകരുന്ന എത്ര പ്രവർത്തകരുണ്ട്? കേസിൽപ്പെടുന്ന എത്ര പ്രവർത്തകരുണ്ട്? അപ്പോൾ ഇതൊക്കെ പാർലമെൻറ്റിലേക്ക് നമ്മൾ ആരെങ്കിലും ഈ ഇടയ്ക്ക് കേട്ടിട്ടുണ്ടോ? പുതിയ പാർലമെൻറ്റിൻ്റെ ഭാഗത്തേക്ക് മാർച്ച് നടത്തുന്നു, ഹൈ സെക്യൂരിറ്റി സോണിലേക്ക് മാർച്ച് നടത്തുന്നു. പാർലമെൻറ്റ് ആക്രമണത്തിന് ശേഷം അത്തരം കാര്യങ്ങളൊന്നുമില്ല. പ്രധാനമന്ത്രിയുടെ വസതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വിഷ്വൽസ് പോലും പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന രീതിയിലുള്ള സംവിധാനമാണ്. ഹൈ സെക്യൂരിറ്റി ഏരിയയാണ്. അവിടേക്ക് ആളുകളെ കൂട്ടമായി കൊണ്ടുപോവുക. ഈ കേരളത്തിൽ മുഖ്യമന്ത്രിയെ വലിച്ചിഴച്ച് ഖാർഗെയുടെ പിറന്നാൾ പാർട്ടിയാണ്, കേക്ക് തരാം, വീഞ്ഞ് തരാം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരുത്തി. എന്നിട്ട് MP മാരും വന്നില്ല. 99 MP കോൺഗ്രസിൻ്റെ മാത്രമായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ വസതിയിൽ കുത്തിയിരിക്കാൻ എത്ര MP മാരാണ് വന്നത്? വളരെ ചുരുക്കം MP മാരാണ് വന്നത് രാഹുൽ ഗാന്ധിയോടൊപ്പം. എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി പോലും പാർട്ടിയിൽ പോലും ഒറ്റപ്പെടുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. MP മാർ സ്ഥലത്തില്ലാത്തതുകൊണ്ടല്ല, പാർലമെൻറ്റ് സമ്മേളനം നടക്കുകയാണ്. എല്ലാ MP മാരും ദില്ലിയിലുണ്ട്. എന്നിട്ടും അവർ രാഹുൽ ഗാന്ധിയെ അനുഗമിച്ചില്ല. മാത്രമല്ല, ഇവർ ഈ സമരം ഏറ്റെടുത്തുകൊണ്ട് ഈ പ്രക്ഷോഭമൊക്കെ നടത്തുന്നത് പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനം നടക്കുന്നതുകൊണ്ടാണ്. കാരണം പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനത്തിൽ BJPയും NDAയും എല്ലാം കരുത്താർജിച്ചിരിക്കുന്നു. കേവല ഭൂരിപക്ഷം പോലും BJPക്കില്ലായിരുന്നു. ഇന്ന് കണക്കെടുത്താൽ 3/2 ഭൂരിപക്ഷം NDAയ്ക്കുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഭരണഘടനാ ഭേദഗതി പോലും നിഷ്പ്രയാസം പാസ്സാക്കാൻ ഇന്ന് NDAയ്ക്ക് കഴിയും. ഈ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയെ ഫേസ് ചെയ്യാൻ ഭയന്നിട്ടാണ് പ്രതിപക്ഷം ഈ ബഹളം ഏറ്റെടുത്തുകൊണ്ട് പാർലമെൻറ്റിൽ ബഹളം വയ്ക്കുന്നത്. കാരണം നോക്കൂ, ആം ആദ്മി പാർട്ടിയുടെ 10 രാജ്യസഭാ MP മാർ 7 പേരും BJPയിലേക്ക് പോയി. ഒറ്റയടിക്ക് രാജ്യസഭയിൽ 7 MP മാരെയാണ് BJPക്ക് കിട്ടുന്നത്. കൂറുമാറ്റ നിരോധന നിയമം പ്രാബല്യത്തിൽ വരില്ല. കാരണം 3/2 MP മാരും പോയി. തൃണമൂൽ കോൺഗ്രസിൻ്റെ 10-20 MP മാരാണ്, ലോക്സഭാ MP മാരാണ് BJPയിലേക്ക് പോയില്ലെങ്കിലും മറ്റൊരു പാർട്ടിയിലേക്ക് അവർ പോയി. ആ പാർട്ടി NDAയിലേക്ക് പോകുന്നു. അപ്പോൾ NDA ഭരണപക്ഷത്തേക്ക് ഇത്രയും ആളുകൾ 20ഓളം MP മാരുടെ വർധനവുണ്ടാകുന്നു. ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം അവരുടെ 9 MP മാർ പോയി. ശരത് പവാറും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകളും ഇന്നലെ പ്രധാനമന്ത്രിയെ സന്ദർശിച്ചു. 8 MP മാരാണ് അവർക്കുള്ളത്. ഇങ്ങനെ DMK ഈ പറയുന്ന ഇന്ത്യ മുന്നണിയുടെ നട്ടെല്ലായിരുന്ന പാർട്ടിയാണ്. DMK ഇപ്പോൾ പ്രത്യേക ബ്ലോക്കായിട്ടാണ് ഇരിക്കുന്നത്. സർക്കാരിനെ പിന്തുണയ്ക്കുന്നില്ലെങ്കിലും വിഷയാധിഷ്ഠിതമായി ഇനിയിപ്പോൾ വനിതാ സംവരണ ബില്ലൊക്കെ വന്നാൽ പിന്തുണയ്ക്കാമെന്ന് സർക്കാരിന് സ്റ്റാലിൻ ഉറപ്പ് നൽകിയിരിക്കുന്നു. അപ്പോൾ ഇന്ത്യ മുന്നണി തകർന്ന് തരിപ്പണമായി. ഇനിയിപ്പോൾ ശേഷിക്കുന്നത് സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവും മറ്റേ വെള്ളമടിച്ചുകൊണ്ട് നിയമസഭയിൽ പ്രസംഗിക്കുന്ന തേജസ്വി യാദവും മാത്രമാണുള്ളത്. അഖിലേഷ് യാദവും ഇന്നലെ പിണങ്ങിപ്പോകുന്നു എന്നതിൻ്റെ സൂചനകൾ ലോക്സഭയ്ക്കകത്ത് നൽകി. നിങ്ങളെന്താ സ്പീക്കറിനോട് അദ്ദേഹം ഇന്നലെ ചോദിച്ചത്, എന്താ BJPയിലെ അംഗങ്ങൾക്കും കോൺഗ്രസിലെ അംഗങ്ങൾക്കും മാത്രമേ നിങ്ങൾ സംസാരിക്കാൻ അനുവാദം നൽകുന്നുള്ളൂ, ഇവർ തമ്മിൽ ധാരണയിലെത്തിയോ എന്നാണ് ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുന്നണി വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു.
ആ പൊട്ടിത്തെറി ജനം കാണാൻ പോവുകയാണ് ഈ വരുന്ന പാർലമെൻറ്റ് സമ്മേളനത്തിൽ. 2/3 ഭൂരിപക്ഷം ആവശ്യമുള്ള ഭരണഘടനാ ഭേദഗതി വരുമ്പോൾ രാഹുൽ ഗാന്ധിയും സംഘവും ഒറ്റപ്പെട്ട് പരാജയപ്പെട്ടു പോകുന്നത് കാണാനിരിക്കുകയാണ് ഭാരതത്തിലെ ജനങ്ങൾ. ഇതിനെ നേരിടാൻ ഇവർക്ക് ഭയമാണ്. ഈ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയെ നേരിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾ നടത്തുന്നത്, ഇവിടെ വന്ന് വലിയ അക്രമമൊക്കെ നടത്തുന്നത്. അല്ലാതെ നരേന്ദ്രമോദിയെ അട്ടിമറിക്കാനൊന്നുമല്ല. നരേന്ദ്രമോദിയെ ജനാധിപത്യ വിരുദ്ധമായ മാർഗത്തിലൂടെ ബംഗാളിലും നേപ്പാളിലും ഒക്കെ ചെയ്തതുപോലെ കസേരയിൽ നിന്ന് താഴെ ഇറക്കാം എന്ന വ്യാമോഹമൊന്നും രാഹുൽ ഗാന്ധിക്കില്ല. തൽക്കാലം ഒന്ന് പിടിച്ചു നിൽക്കാൻ എന്തെങ്കിലുമൊക്കെ വേണം. അല്ലാതെ പിന്നെ ഈ CJP സമരം തുടങ്ങിയിട്ട് എത്ര മാസമായി? ഇത്രയും കാലം രാഹുൽ ഗാന്ധി ഇവിടെ പോയിരുന്നു? പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്നതിൻ്റെ അന്നാണോ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്? അപ്പോൾ പാർലമെൻറ്റിനെ ഫേസ് ചെയ്യാൻ, ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിന് നേരെ ഒന്ന് നോക്കാൻ പോലും ധൈര്യമില്ലാതെ നിൽക്കുകയാണ് പ്രതിപക്ഷം. അതാണ് ഈ അക്രമ സംഭവങ്ങളുടെയൊക്കെ പിന്നിൽ. തീർച്ചയായും നമുക്കൊക്കെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ സമരത്തിനും പ്രതിഷേധമൊക്കെ നടക്കണം, അത് തീർച്ചയായിട്ടും ന്യായമായിട്ടുള്ള കാര്യത്തിൽ. പക്ഷേ ഈ പറഞ്ഞതുപോലെ അക്രമാസക്തമല്ലാത്ത രീതിയിൽ അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് കേൾക്കാൻ ഒരു സർക്കാർ ഉണ്ടാകും, ഉറപ്പായിട്ടും കേൾക്കും. അങ്ങനെയുള്ള സർക്കാരുകളും ഉണ്ടാകും, അവരതിനൊരു പരിഹാരവും കണ്ടെത്തും. പക്ഷെ ഒരിക്കലും ഇങ്ങനെ വയലൻസും അതുപോലെ തന്നെ പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ടായിരിക്കരുത് ഒരിക്കലും ഒരു സമരം അവിടെ നടത്തേണ്ടത് എന്നുള്ളത്. തീർച്ചയായിട്ടും സർക്കാർ എന്തായാലും സർക്കാരിനൊരു നീക്കമുണ്ട്, അല്ലെങ്കിൽ ഒരു പ്ലാൻ ഉണ്ട്. ഇനി ഈ പറഞ്ഞതുപോലെ എത്രത്തോളം ദിവസം ഇനി ഈ CJP പ്രൊട്ടസ്റ്റിംഗ് പോകും എന്ന് തന്നെയാണ് സർക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഇനിയിപ്പോൾ മാധ്യമങ്ങളോട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ വരുന്നത് എന്നുള്ളത് തന്നെ കാത്തിരുന്ന് തന്നെ കാണാം. നമസ്കാരം.